ഞങ്ങൾ നിപ്പയുടെ സമയത്തും കൊറോണയുടെ സമയത്തും മാത്രം മാലാകമാരത്ത് വാഴ്ത്തിയിട്ട് കാര്യമില്ല. മാലാകപ്പട്ട അടുപ്പത്ത് വെച്ചാൽ ചോറാവില്ല. 40,000 അടിസ്ഥാന ശമ്പളമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിക്കിടയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി കിട്ടണം. നമുക്ക് നഴ്സുമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സമരമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും ഞങ്ങൾ തന്നെ നിൽക്കും. തീരുമാനമാകുന്ന വരെ വെയിലേറ്റ് തളരില്ല. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1:10 എന്നുള്ള റേഷ്യോ ആണ്. ഒരു നഴ്സിന് 10 പേഷ്യൻ്റ് വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രോഗികൾക്ക് കിട്ടുന്ന കെയർ വരെ അതിൽ കുറവായിട്ട് വരികയാണ് ചെയ്തത്. നമസ്കാരം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വലിയ പ്രതിഷേധമാണ് നഴ്സുമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. UNA പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. അതാണ് നമുക്ക് കാണാം. അവരുടെ അവകാശങ്ങൾ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിൽ അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സമരം നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. എല്ലാവരും പ്ലക്കാർഡുകളുമൊക്കെ ഉയർത്തിക്കൊണ്ടും ആണ് ഇവിടെ നിൽക്കുന്നത്. രോഗി നേഴ്സ് അനുപാതത്തിൽ നിയമാനുസൃതമായി നടപ്പിലാക്കുക, അതുപോലെ അടിസ്ഥാന ശമ്പളം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഒരു സമരത്തിൽ നിൽക്കുന്നത്. എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? 40,000 അടിസ്ഥാന ശമ്പളമാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിക്കിടയിലുള്ള മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി കിട്ടണം. പിന്നെ ഞങ്ങൾക്ക് നേഴ്സ് പേഷ്യൻ്റ് അനുപാതം ഒരു നേഴ്സിന് 6 പേഷ്യൻ്റ് എന്ന രീതിയിലാണ് നമുക്ക് ഒരു NABS അക്രഡിറ്റേഷന് വരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള നേഴ്സ് പേഷ്യൻ്റ് അനുപാതം ഞങ്ങൾക്ക് തരണം. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1:10 എന്നുള്ള റേഷ്യോ ആണ്. ഒരു നഴ്സിന് 10 പേഷ്യൻ്റ് വരെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രോഗികൾക്ക് കിട്ടുന്ന കെയർ വരെ അതിൽ കുറവായിട്ട് വരികയാണ് ചെയ്തത്. നമുക്ക് ഇത്രയധികം രോഗികളെ ഒറ്റ നഴ്സിനെ കൊണ്ട് നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് കിട്ടണം. അതുപോലെ ഞങ്ങളുടെ അലവൻസ്, ബോണസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതുവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവർ. അതെല്ലാം ഞങ്ങൾക്ക് കിട്ടണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യങ്ങൾ. ഇന്ന് മുതൽ ഞങ്ങൾ സമ്പൂർണ്ണ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ 1/3 സ്റ്റാഫിനെ ഹോസ്പിറ്റലിൽ കൊടുത്ത് അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ സമ്പൂർണ്ണ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ മുതൽ വലിയ ആവേശത്തിലാണല്ലോ. സമരവീര്യം ഒരിക്കലും ചോർന്നിട്ടില്ല. ചോരാൻ പാടില്ല. നമുക്ക് നഴ്സുമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സമരമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിനിമം വേജസിന് വേണ്ടിയിട്ടുള്ള സമരം, നമ്മുടെ ന്യായമായ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണ്ണമായി പണിമുടക്കിക്കൊണ്ട് തന്നെ നമ്മളുടെ ഓരോ സ്റ്റാഫുമാരും നമ്മളോട് കൂടുതൽ നമ്മൾ ഒത്തുചേർന്ന് നമ്മൾ പുറകിലുള്ള നമ്മുടെ UNA എന്ന പ്രസ്ഥാനത്തിൻ്റെ കരുത്തോടെ ഞങ്ങൾ ഓരോ ചൂടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവകാശം നേടിയെടുക്കുന്നത് വരെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് പണിമുടക്കം തന്നെ ചെയ്യും. വെയിലേറ്റ് തളരത്തില്ലല്ലേ? വെയിലേറ്റ് തളരത്തില്ല. എത്രയും ഞങ്ങൾ തന്നെ നിൽക്കും. തീരുമാനമാകുന്ന വരെ വെയിലേറ്റ് തളരില്ല. രാവിലെ മുതൽ ഇവിടെ തന്നെയുണ്ട്. 8 മണിക്ക് തുടങ്ങിയതാണ്. അതിനുമുമ്പ് ഫെബ്രുവരി 21 ഞങ്ങൾ തൃശ്ശൂർ പോയി. മാർച്ച് 4 ട്രിവാൻഡ്രം ഫുള്ള് പോയി. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാണ്. തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങൾ വെയിലത്ത് തന്നെ ഇരിക്കും. അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. അവകാശം നേടിയെടുക്കുന്നവരെ സമരം ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. നമ്മളെ തളർന്നാലും തളരില്ല. ആവശ്യങ്ങൾ ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 40,000 ആക്കുക എന്നതാണ് പ്രധാന ആവശ്യം. പിന്നെ ഇവിടുത്തെ ഞങ്ങൾക്ക് നല്ല ജോലിയും സമാധാന അന്തരീക്ഷത്തിൽ ജോലി. എങ്ങനെയാണ് ഈ വെയിലത്ത് ഇത്രയും നേരം നിൽക്കുന്നത്? ഞങ്ങളുടെ ആവശ്യമല്ലേ. അപ്പം ഞങ്ങൾ എന്തായാലും നിന്നിരിക്കും, നേടിയിരിക്കും. ഞങ്ങൾക്ക് നീതി കിട്ടണവർ ഞങ്ങൾ പൊരുതിയിരിക്കും. 40,000 മേടിച്ചെടുക്കും. 40,000 മേടിച്ചിരിക്കും. ഉറപ്പായിട്ടും മേടിച്ചിരിക്കും. ഞങ്ങൾക്ക് ആവശ്യമായുള്ള 40,000 സ്ഥലം ഞങ്ങൾ എന്തായാലും മേടിച്ചിട്ട് ഞങ്ങൾ ഈ സമരം നിർത്തത്തുള്ളൂ. അതെ, അത് തന്നെയാണ്. അവർ ഈ ഒരു വെയിലത്ത് പോലും അവർ തളരാതെ അവർ നിന്ന് ഇങ്ങനെ പ്രതിഷേധം ഉയർത്തുകയാണ്. നമുക്കറിയാം, അത് അവിടെ ഒരു വിഭാഗം കൈയടിച്ചും പാട്ടുപാടിയുമൊക്കെയാണ് അവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ചേച്ചി, സമരം വിജയിക്കും വരെ സമരം ചെയ്യും? വിജയിക്കും വരെ ഞങ്ങൾ സമരം ചെയ്തിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്. ഞങ്ങൾ അതിക്ക് മുമ്പേ 2011 ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിജയിക്കുന്നവരെ ഞങ്ങൾ ചെയ്തിരിക്കും. ചേച്ചി ഇപ്പോൾ എത്ര വർഷമായിട്ട് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു? 16 വർഷമായി ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ശമ്പളം തരാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല? ഞങ്ങളുടെ ആദ്യത്തെ സമരത്തിൽ ഞങ്ങൾക്ക് അതനുസരിച്ച് കയറ്റി തന്നിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ 3 വർഷം കൂടുമ്പോൾ ഇൻക്രിമെൻ്റ് അവർ അത് പിന്നെ ചെയ്ത് തന്നിട്ടുണ്ടായില്ല. അത് പറഞ്ഞിരുന്നെങ്കിലും പിന്നെ അവർ തരാമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അതങ്ങനെ പെൻഡിങ് വെച്ചത് പോയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അതിന് വേണ്ടി 5 വർഷം മേലെ ആയല്ലോ.
അപ്പം അതിന് വീണ്ടും ഞങ്ങൾ അതിന് ഇറങ്ങിയിരിക്കുന്നു. ഇനിയും മിണ്ടാതിരിക്കാൻ നിങ്ങൾ തയ്യാറല്ല? അല്ലല്ല, മിണ്ടാതിരിക്കാൻ ഇതല്ല, ഞാൻ നന്നായിട്ട് പ്രതികരിക്കുന്നു വിചാരിച്ചേക്കണേ. ചോദിച്ചു തന്നെ അവകാശങ്ങൾ മേടിക്കും. ഒരേ സ്വരത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആരോടും ചോദിക്കും. ഇവിടെ ശക്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. ഇത് സഭയുടെ ആശുപത്രിയാണ്. മാലാഖമാർ ആണ് എന്ന് പറയുന്ന ഈ നേഴ്സുമാർ സഭയുടെ ഒരു നേതൃത്വത്തിൽ നടത്തുന്ന LF ആശുപത്രി, ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഇങ്ങനെ ഈ വെയിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പൊരിവെയിലിൽ അവരുടെ ആവേശം ഒട്ടും ചോരാതെ ഇവിടെ ഇരുന്ന് പ്രതിഷേധം നടത്തുകയാണ്. അതാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ? ഈ വെയിലൊന്നും തളരത്തില്ല. തളരില്ല. ഞങ്ങൾ ഈ വെയിലത്ത് തളരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും വരെ ഞങ്ങൾ വെയിലായാലും മഴയായാലും ഞങ്ങൾ ഇവിടെ നിന്ന് സമരം ചെയ്യും. 40,000 രൂപയാണ് ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളം. അത് കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ വെയിലുകൊണ്ട് സമരം ചെയ്യാനാണ് ഉറച്ചു തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഞങ്ങൾ നിപ്പയുടെ സമയത്തും കൊറോണയുടെ സമയത്തും മാത്രം മാലാഖമാരത്ത് വാഴ്ത്തിയിട്ട് കാര്യമില്ല. മാലാഖപ്പട്ട അടുപ്പത്ത് വെച്ച് ചോറാവില്ല. അതുപോലെ മാലാഖമാരുടെ മക്കളെ ഒരു വിദ്യാലയങ്ങളിലും ഫ്രീ ആയിട്ട് പഠിപ്പിക്കില്ല. ഞങ്ങൾ മാലാഖമാരെ വെച്ച് ഒരു ആശുപത്രിയിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ചികിത്സിക്കില്ല. ഞങ്ങളുടെ ജീവിത ചെലവുകൾ വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 40,000 അടിസ്ഥാന ശമ്പളമാണ് ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ അതിജീവന സമരം വിജയിക്കും വരെ ഞങ്ങൾ ഇവിടുന്ന് സമരം ചെയ്യും. ഞങ്ങളെല്ലാവരും അത് എത്ര ദിവസം നീണ്ടുപോയാലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി UNAയുടെ കൊടിക്കീഴിൽ ഈ സമരം വിജയിപ്പിക്കും വരെ ഞങ്ങൾ സമരം ചെയ്യും. ഏതെങ്കിലും രീതിയിൽ ചർച്ച ചെയ്യാൻ അവർ തയ്യാറായോ? ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഒരു ചർച്ചയ്ക്കും തയ്യാറായിട്ടില്ല. കേരളത്തിൽ ഒരുപാട് മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് തയ്യാറായി. പക്ഷേ ചാരിറ്റിയുടെ പേരിലുള്ള ഞങ്ങളുടെ ഈ മാനേജ്മെന്റ് മാത്രം ഇതുവരെ രാവിലെ തൊട്ട് ഞങ്ങൾ ഈ പൊരിഞ്ഞ വെയിലത്തും നട്ടുച്ച വെയിലത്തിരുന്ന് മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്തിട്ടും അവരുടെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും, ഇത് സഭയുടെ ആശുപത്രിയാണ്, നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആശുപത്രിയാണ്, ഞങ്ങൾ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും അവരിതുവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അത് തന്നെയാണ് പറയാനുള്ളത്. സഭ എന്തുകൊണ്ടാണ് ഈ മാലാഖമാരുടെ ഈ ഒരു കണ്ണീരിന് മുന്നിൽ അവരുടെ മനസ്സലിയാത്തത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് 7 മണി വരെ അവർ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വെയിലത്തും അവർ ഉരുകി ഒലിച്ചുകൊണ്ട് അവരുടെ അവകാശം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ആ ഒരു ശബ്ദമാണ്, ആ ഒരു അവരുടെ ആവേശം തുളുമ്പുന്ന ആ ഒരു മുദ്രാവാക്യം വിളികളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എന്തായാലും ഇവിടെ തൊട്ട് മുന്നിൽ ഇവിടെ പരിശുദ്ധൻ്റെയും കർത്താവിൻ്റെയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ്, അതിന് മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഇവരെല്ലാവരും ഈ ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചോ? മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇതുവരെ തയ്യാറായി വന്നിട്ടില്ല. നിലവിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് മാത്രമാണ് പറയുന്നത്. ഇതുവരെ ഒരു അനുകൂലമായൊരു നിലപാടിലേക്ക് മാനേജ്മെൻറ്റ് എത്തിയിട്ടില്ല. ദിവസം ആലോചിക്കാൻ സമയമില്ല, ഇത്ര വർഷം. തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിറകെ നടക്കുന്നുണ്ട്. പല നോട്ടീസുകൾ കൊടുത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോഴും ആലോചന നടക്കുന്നേ ഉള്ളൂ. ഇതിന് തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ശക്തമായ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. സമരം തുടരും. സമരം തുടരുക തന്നെ ചെയ്യും. എത്ര ദിവസം എടുത്താലും ഞങ്ങൾ ഈ വെയിലത്ത് തന്നെ ഉണ്ടാവും. ഇപ്പം നിലവിൽ എത്ര നേഴ്സുമാർ അകത്തുണ്ട്? നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ല, ഒരു 5-6 പേരെ കാണുള്ളൂ. പിന്നെ ട്രെയിനീസാണ് കൂടുതൽ വരും. ബാക്കി എല്ലാവരും പ്രൊബേഷൻ പീരീഡ് ഉള്ളവരും ട്രെയിനീസും ഉള്ളൂ. അവരെ പുറത്തിറക്കാനുള്ള ആലോചനയിലാണോ? അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും പുറത്തിറക്കും ഞങ്ങൾ. സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് UNA സംസ്ഥാനം ഒട്ടാകെ. അതാണ് ഇപ്പോൾ നമ്മൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ കാണുന്നത്. എന്തായാലും സഭാ നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടണം. ഈ മാലാഖമാരുടെ കണ്ണീര് നിങ്ങൾ ഒപ്പണം. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും ജസ്റ്റിൻ വർഗീസിനൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.